ഗബ്രി യു ആർ എ ഫാന്റാസ്റ്റിക് പ്ലെയർ. ഇന്നത്തെ ലാസ്റ്റ് സ്പീച്ച് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ലായിരുന്നു എന്ന് തോന്നി. ചിലരോടുള്ള ആൾക്കാരുടെ ദേഷ്യമാണ് നിൻ്റെ എവിക്ഷന് റീസൺ. ഡിസേർവിംഗ് അല്ലാത്ത കുറേ പേര് സ്റ്റിൽ അവിടെയുണ്ട്. വാട്ട് എവർ ഹാപ്പൻ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ഓൾവേസ് ബി ഹാപ്പി. മേ ഗോഡ് ബ്ലസ് യു. അതായത് എനിക്ക് ഇതേവരെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. നെഗറ്റീവ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ ഇതുവരെ കാണാത്തത്. എനിക്ക് അറിഞ്ഞൂടല്ല, മറ്റേ കാസ്റ്റിംഗ് കൗച്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അതായത് ബോസിൽ പോകാനായിട്ട് അവിടെയുള്ള ചില ആളുകൾ ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ലാതെ ഇല്ല, ഞാൻ അങ്ങനത്തെ ആ ഒരു ടോപ്പിക്കിൽ വേറെ ആരുടെ അടുത്തുനിന്ന് ഞാൻ പേഴ്സണലി ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് ഡീപ്പറായിട്ടുള്ളൊരു നോളജ് ഇല്ല. പുള്ളി പറഞ്ഞത് എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ. ഞാനത് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ തന്നെ ഒരു 2-3 മണിക്കൂർ പോയതുകൊണ്ട് വേറെ ഒന്നിലേക്ക് പോകാൻ പറ്റിയില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല, കുറേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ ചില കമൻറ്റുകൾ വായിച്ച സമയത്ത് അതിൽ കൂടുതലും തെറിയായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മളെ എന്താ പറയുക, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അങ്ങനത്തെ രീതിയിലുള്ള ലാംഗ്വേജിലുള്ള കമൻറ്റുകളുണ്ടായിരുന്നു. അതും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു. ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇന്ന് എവിക്ഷൻ കഴിഞ്ഞ് പുറത്തിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പേര് ഒറിജിനൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള മെസ്സേജുകൾ എനിക്ക് അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കാണില്ല എന്ന് വെച്ചിട്ട് അവർ മെയിൽ അയക്കുന്നുണ്ട്. ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അതായത് കാണിച്ചാൽ എനിക്ക് ഇതൊക്കെ ഇന്ന് വന്നേണ മെയിലുകളാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഞാൻ കാണില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചിരിക്കുന്ന പേഴ്സണൽ മെസ്സേജ് മെയിലുകളാണത്. ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവർ മെയിലിൽ അയക്കുന്നു. അത് എല്ലാവരും അയക്കുന്നത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള കാര്യം. അതായത് ഗബ്രി യു ആർ എ ഫാന്റാസ്റ്റിക് പ്ലെയർ. ഇന്നത്തെ ലാസ്റ്റ് സ്പീച്ച് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ലായിരുന്നു എന്ന് തോന്നി. ചിലരോടുള്ള ആൾക്കാരുടെ ദേഷ്യമാണ് നിൻ്റെ എവിക്ഷന് റീസൺ. ഡിസേർവിംഗ് അല്ലാത്ത കുറേ പേര് സ്റ്റിൽ അവിടെയുണ്ട്. വാട്ട് എവർ ഹാപ്പൻ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ഓൾവേസ് ബി ഹാപ്പി. മേ ഗോഡ് ബ്ലസ് യു. അതായത് എനിക്ക് ഇതേവരെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. നെഗറ്റീവ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ എത്രത്തോളം ആളുകൾ എന്നെ വെറുത്തു അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾക്കെതിരെ സംസാരിച്ചെന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യത്തിന് നല്ലതായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനസ്സിനൊരു സമാധാനം തരുന്നൊരു കാര്യമാണ്. 100 പേരെ എതിർത്ത് നിന്നാലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിർത്തുന്നത് ഞാൻ ആ വീടിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞായിരുന്നു. ഇങ്ങനെ മുഖത്ത് സ്റ്റിക്കർ അടിച്ച സമയത്ത് വിശ്വസിക്കുന്ന ഒരാൾ മതി എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ്. കുഴപ്പമില്ല. ബാക്കിയപ്പോൾ ജാസ്മിനെ പുറത്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി സപ്പോർട്ടർ. ഞാൻ ഒരിക്കലും ഒരാൾക്ക് അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അനാവശ്യമായിട്ടൊരു വാക്ക് കൊടുക്കില്ല. ഐ ഓൾവേസ് ബി ദേർ ഫോർ യു. സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞാൻ അവിടെ പോകാനാണ്, ഞാൻ അവിടെ തന്നെ ഉണ്ട്. ആസ് ലോങ് ആസ് ഷീ വാണ്ട്സ് ഇറ്റ്. ഒരൊറ്റ കാര്യങ്ങൾ രാവിലെ എയർപോർട്ടിൽ അത് ഞാൻ ഓടിയത് ജാസ്മിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടല്ല, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇടിച്ച് ചുമരുമ കയറ്റുമെന്നുള്ള പേടി കൊണ്ടാണ് ഓടിയത്. കാരണം ഞെങ്ങി പിന്നെ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചെടുക്കേണ്ട അവസ്ഥ വരും. ഒന്നാമത് വയ്യായിരുന്നു. അതുകൊണ്ട് ഓടിയതല്ല, ഞാൻ ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. പിന്നെ ബേസിക്കലി നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനോട് അല്ലെങ്കിൽ ആൾക്കാർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നതിനോട് എനിക്കത് അത്ര യോജിപ്പില്ല. ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരക്ക് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ സ്ഥലമാണെന്ന് വിചാരിക്കാം. അത് ഒരു എയർപോർട്ടാണ്. അപ്പം നമ്മളവിടെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ടല്ലോ. അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു തിരക്കും വേണ്ട, ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് 3 പ്രാവശ്യം ഏഷ്യാനെറ്റിൽ നിന്ന് ഓൾറെഡി വിളിച്ച് പറഞ്ഞു.